വേവുന്ന ജീവിതാനുഭവങ്ങൾ കൊണ്ട് കേരളത്തിലെ മുഴുവൻ വായനക്കാരിലും ഒരു പ്രവാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അതിൻ്റെതായ അർത്ഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ ബെന്യാമിൻ ഇരിക്കുന്ന വേദിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രഭാഷണം കേട്ട് അതിൻ്റെ അലകൾ ഒഴിഞ്ഞിട്ടില്ലാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് സംസാരിക്കാനുള്ള ആ പ്രതിസന്ധിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഞാനൊരു പ്രവാസിയുടെ മകനാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഉപ്പ ഗൾഫിലേക്ക് പോയത്. 4 വർഷത്തെ തീവ്ര അനുഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ, പോകുന്ന സമയത്ത് നല്ല തുടുത്ത ശരീരവും ചാടിയ വയറുമൊക്കെ ആയിട്ടായിരുന്നു അദ്ദേഹം പോയിരുന്നത്. 4-4.5 കൊല്ലത്തിന് ശേഷം അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകളെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാവവും രൂപമൊന്നും. മുഖമൊക്കെ കറുത്ത് കരുവാളിച്ചിരുന്നു, വയറ് നന്നേ ഒട്ടിയിരുന്നു, മുതുകിൽ കറുത്ത പാടുകളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മക്കൾക്ക് അന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തന്ന കഥകൾ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. വീണ്ടും ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോവേണ്ടി വന്നു. വീണ്ടും ഇതുപോലൊരു 4-4.5 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ ഉപ്പ പറഞ്ഞ മരുഭൂമി എന്തായിരുന്നെന്നും ഉപ്പ പറഞ്ഞ മസറ എന്തായിരുന്നെന്നും ഒട്ടകത്തിൻ്റെ ചവിട്ടിൻ്റെ വേദന എന്താണെന്നും ഞങ്ങൾ മക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ അനുഭവമാണ്. തീർച്ചയായും എൻ്റെ അതേപോലെ തന്നെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ മക്കൾ ഒരുപക്ഷെ അവരുടെ പിതാക്കന്മാരെ അവരനുഭവിച്ച വേദനകളെ തിരിച്ചറിയേണ്ടി വന്നതിന് കാരണം ബെന്യാമിൻ എഴുതിയിട്ടുള്ള ആടുജീവിതം എന്ന പുസ്തകമായിരിക്കണം. കാരണം എൻ്റെ ഉപ്പ രണ്ടാമത് തിരിച്ചു വരുന്നതിന് മുമ്പായിരുന്നു ഞാൻ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം വായിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം അനുഭവിച്ചിരിക്കാവുന്ന ആ സാഹചര്യങ്ങളെ എനിക്ക് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് എന്നെപ്പോലെയുള്ള വ്യക്തികളുടെ മനസ്സിൽ ഈ ഇരിക്കുന്ന വിശിഷ്ടാതിഥിയോടുള്ള ആദരവ് എത്രമേൽ അഗാധമായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. തീർത്തും ആദരവോടെ അദ്ദേഹത്തിന് നമസ്കാരങ്ങൾ അറിയിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഗുരുജനങ്ങൾക്കും അക്ഷരസ്നേഹികൾക്കും ഒരാവർത്തി കൂടി നമസ്കാരം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഡോക്ടറെ ഒരു സംശയം എന്ന പുസ്തകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കാരണം ഈ പുസ്തകം പുസ്തക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ പ്രതി വായിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ പുസ്തകത്തിൻ്റെ പുറകുവശത്ത് ഏറ്റവും താഴെയായിട്ട് DC ബുക്സ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഒരു ആരോഗ്യ പുസ്തകം എന്ന രീതിയിലാണ്. വളരെ വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം, ഒരു സാധാരണ വായനക്കാരനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇതൊരു ആരോഗ്യ പുസ്തകമായിരിക്കാം. പക്ഷേ കുറച്ചുകൂടി ഗൗരവമായി വായിക്കുന്ന സാഹിത്യ കൃതികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് പലപ്പോഴും കേവലം ഒരു ആരോഗ്യ പുസ്തകം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അത്രമേൽ നല്ല ഒരു സാഹിത്യ സൃഷ്ടിയാണ്, ഒരു നല്ല കഥാസമാഹാരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മുഴുവൻ വായനക്കാർക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ മുഖ്യാതിഥി പറഞ്ഞതുപോലെ ഒരു ഡോക്ടറുടെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ട ഡോക്ടർമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പുസ്തകം തീർത്തും സാങ്കേതികമായി എഴുതപ്പെട്ട ഒരു പുസ്തകമായിരിക്കണമായിരുന്നു. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പുസ്തകം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ നമുക്ക്
മറ്റൊരു പണിക്ക് പോകാൻ കഴിയില്ല. കാരണം അത്രമേൽ രസകരമായിട്ടാണ് ഇതിൻ്റെ അനുഭവങ്ങൾ നമ്മളോട് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ചിലയിടങ്ങളിലൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ ഇടയായിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ബഷീറിൻ്റെ രചനാ ശൈലിയെ ഓർമ്മപ്പെടുത്തും വിധം വളരെ രസകരമായിട്ടുള്ള കുറേ സംഗതികളുണ്ട്. ഉദാഹരണമായിട്ട് കുട്ടിച്ചാത്തൻ്റെ പല്ല് എന്ന് പറയുന്ന ഒരു കഥ ആരംഭിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് അന്നത്തെ പത്രമെടുത്ത് മറച്ചു തുടങ്ങുമ്പോഴായിരുന്നു ആരോ ഗേറ്റിനടുത്തുള്ള കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് അമർത്തിയത്. ഞാൻ മനസ്സിലോർത്തു, സമയം 6 മണി ആകുന്നതേയുള്ളൂ. ആരായിരിക്കും ഇത്ര രാവിലെ? തിങ്കളാഴ്ചയാണെങ്കിൽ വല്ല പിച്ചക്കാരോ മറ്റോ ആവാൻ സാധ്യതയുണ്ട്. വീട്ടുടമസ്ഥരേക്കാൾ അധികാരത്തോടെയാണ് ഇപ്പോൾ മിക്ക പിച്ചക്കാരുടെയും പെരുമാറ്റം. അത് അവരുടെ അവകാശം പോലെ തന്നെയാണ്. ഈ പഹയന്മാരുടെ കോലുകൊണ്ട് കോളിംഗ് ബെല്ലിലുള്ള പ്രയോഗം കാരണം 4ാമത്തെ തവണയാണ് ഞാൻ സ്വിച്ച് മാറ്റുന്നത്. ഇത് വല്ലതും ചോദിക്കാൻ ചെന്നാലോ ആട്ടും തുപ്പും വേറെയും. അടുത്തു തന്നെ അവർ ഒരു പ്രബല ശക്തിയായി ഒരു പാർട്ടിയോ യൂണിയനോ മറ്റോ തുടങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞാനിങ്ങനെ ഓരോന്നോർത്തുകൊണ്ട് ഗേറ്റിനരികിലേക്ക് നടന്നു. ഇത്തരത്തിലുള്ള ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ബഷീറിൻ്റെ രചനാശൈലി എന്ന് ഉദ്ദേശിച്ചത് അനുഭവങ്ങളെ, തീവ്രമായ അനുഭവങ്ങളെ അദ്ദേഹം ആവിഷ്കരിക്കുന്ന സമയത്ത്, സാധാരണ ഒരു സാഹിത്യകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എത്ര തീവ്രമായ അനുഭവങ്ങളെയും സാധാരണ വാക്കുകളിലൂടെ വിവരിക്കുന്ന സമയത്ത് അദ്ദേഹം അനുഭവിച്ച ആ തീവ്രത നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ബഷീറൊക്കെ അനുഭവിച്ചിട്ടുള്ള തീവ്രതകൾ അദ്ദേഹം നർമ്മത്തിലൂടെ വിവരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹം അനുഭവിച്ച അതേ വേദനയോടുകൂടി അല്ലെങ്കിൽ അതേ വികാരത്തോടു കൂടിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ശൈലി ചില സ്ഥലങ്ങളിലൊക്കെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ തോന്നും. അതേസമയം ചില അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യാതിഥി സൂചിപ്പിച്ചതുപോലെ VKNന്റെ രചനയോട് സാമ്യപ്പെട്ടിട്ടുള്ള കുറേ ഭാഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സനോജ് എന്ന് പറയുന്ന ഡോക്ടറുടെ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ രചനയുടെ സ്ഥാനം ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയോ അല്ലെങ്കിൽ VKNന്റെയോ ഇടയിലാണ് എന്നത് ഈ എളിയ വായനക്കാരൻ്റെ ഒരു ചെറിയ കണ്ടെത്തലാണ്. VKNന്റെയോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയോ രചനാ ശൈലിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ആണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എൻ്റെ കണ്ടെത്തൽ. ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇഞ്ചക്ഷനും പുലിവാലും എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ആദ്യമായി അതും ഒറ്റയ്ക്ക് സ്വന്തമായി ദന്തചികിത്സ ആരംഭിച്ച് പ്രാക്ടീസ് തുടങ്ങിയ കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട്. മണ്ടത്തരങ്ങളുടെയും ടെൻഷൻ്റെയും ഒരു വലിയ ഘോഷയാത്രയായിരുന്നു അത്. അതൊക്കെ തന്നെയും ഒട്ടുമിക്ക പ്രാക്ടീഷണർമാർക്കൊക്കെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ കൂടി പിന്നീട് സമൂഹത്തിൽ അവർ വലിയ ആളുകളായി എന്ന് വിചാരിക്കുമ്പോൾ സൗകര്യപൂർവ്വം പഴയകാല അനുഭവങ്ങളൊക്കെ മറക്കുകയാണ് പതിവ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പറയുന്നതാണ് പ്രധാനം. ചുരുക്കം ചിലരെങ്കിലും അവരുടെ പഴയകാല ദന്ത ചികിത്സകളെയും പിഴവുകളെയും കുറിച്ച് ഗതകാല സ്മരണകൾ അയവിറക്കാറുണ്ട്. പക്ഷേ അതൊക്കെ അവരുടേത് മാത്രമായ സ്വകാര്യ നിമിഷങ്ങളിൽ ആണെന്ന് മാത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് ഈ ഡോക്ടർ വ്യത്യസ്തനാകുന്നു എന്നുള്ളത് ഈ വരികളിൽ നിന്ന് നമുക്ക് വായിക്കാവുന്നതാണ്. നമ്മുടെ വയനാട്ടിൽ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള, വളരെ ദീർഘകാലം ജനങ്ങളുടെ ഇടയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർമാരൊക്കെയുണ്ട്. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റേത് എല്ലാ തൊഴിലിൽ നിന്നും വിഭിന്നമായി ഒരുപക്ഷെ ദൈവദൂതൻ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥാനത്തേക്ക് മാറ്റിവെക്കാവുന്ന ഒരു തൊഴിലാണ് അത്. MBBSകാരനാണെങ്കിലും BDSകാരനാണെങ്കിലും ഒക്കെ അത്തരത്തിലേക്ക് മാറ്റി. കാരണം സാധാരണ ജനങ്ങളുടെ ഏറ്റവും ദയനീയമായ അവസ്ഥകളെ നേരിട്ട് ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഇവരെന്നതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത്രമേൽ ഡോക്ടർമാരൊക്കെ സമൂഹത്തിലുണ്ടായിട്ടും അവരുടെ ആ തീവ്രമായ അനുഭവങ്ങളെ അവർ സ്വന്തം ഉള്ളിലൊതുക്കുകയും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ മാത്രം അത്തരം അനുഭവങ്ങളെ, വിചിത്രമായ അനുഭവങ്ങളെ അവർ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആ തീവ്രമായ അനുഭവങ്ങൾ കിട്ടാതെ പോകുന്നു.
അതിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് പഠിക്കാവുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് നഷ്ടമാകുന്നു. ഈ സാഹചര്യത്തിലാണ് അതിൽ നിന്ന് മാറി ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ വളരെ സത്യസന്ധമായി രസകരമായി സമൂഹത്തിലേക്ക് കഥകളിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ ഡോക്ടർ വ്യത്യസ്തനാകുന്നത് എന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. വീണ്ടും ഈ പുസ്തകത്തിലെ മറ്റു കഥകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ അധ്യായങ്ങളെ കഥകൾ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കുട്ടിച്ചാത്തൻ്റെ പല്ല് എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് പല്ലുകൾ ഉണ്ടാവാറുണ്ട്. അത്തരം പല്ലുകൾ പല ആളുകൾ അത് കുട്ടിച്ചാത്തൻ്റെ പല്ല്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. ആ അന്ധവിശ്വാസങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലുള്ള ഒരു അധ്യായമാണ് രണ്ടാമത്തെ അധ്യായം. മൂന്നാമത്തെ അധ്യായം ഡോക്ടറെ പല്ല് മാറിപ്പോയി എന്ന് പറയുന്ന ഈ അധ്യായം, ഇത് സുൽത്താൻ ബത്തേരിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു അധ്യായമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മളെല്ലാവരും അറിയുന്ന ബഹുമാന്യനായ അബ്ദുള്ള ഡോക്ടറെ കുറിച്ചുള്ള വലിയ പരാമർശങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഇത് ഏറെ പ്രസക്തമാണ്. കണ്ണിനും പല്ലിനും മൂക്കിനും എന്തിന് പ്രസവത്തിന് പോലും ഒരു കാലത്ത് വയനാട്ടിൽ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് അബ്ദുള്ള ഡോക്ടർ. അബ്ദുള്ള ഡോക്ടറെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിയാൻ ഏറ്റവും നല്ലത്, ഏറ്റവും അടുത്തറിയാൻ പറ്റുന്ന ഒരു അധ്യായങ്ങൾ. അത്രയും ഭംഗിയായിട്ട് അദ്ദേഹം നല്ല ഭാഷയിലൂടെ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലൂടെ ഈ പാഠഭാഗം ഈ അധ്യായം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിലെ ആദ്യ റോൾ നമ്പറിൽ ഒരാളായിരുന്നു അബ്ദുൾ ഡോക്ടർ എന്ന് പറയുന്നതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് പുതിയ തലമുറ ആളുകൾക്ക് വളരെ വിചിത്രമായിട്ടുള്ള ഒരു അറിവാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ രസകരമായ വേറൊരു കാര്യം രണ്ടാമത്തെ പാരഗ്രാഫിൽ പാഠത്തിൽ പറയുന്നുണ്ട്. പ്രായം 77 കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ചിട്ടയായ ജീവിത രീതികളും ദിനചര്യകളും ഇന്നും അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു. എന്നും രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് നടന്നാണ് പോകാറ്. എന്തുകൊണ്ടാണ് നടന്നു പോകുന്നത്? 2 കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആയിരിക്കണം എഴുതിയിട്ടുണ്ടാവുന്നത്. സന്തത സഹചാരിയായ ഒരു കാലം കൂടെയും തോളിലിട്ടാണ് അദ്ദേഹം നടന്ന് പോകാറുള്ളത്. ഒരു ബാഗും ഉണ്ടാവും. ദിവസം നടന്നു പോകുന്നത് അദ്ദേഹത്തിന് പറയാൻ 2 കാരണങ്ങളുമുണ്ട്. ഒന്ന്, അബ്ദുള്ള ഡോക്ടർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനുഷ്യന്മാരറിയട്ടെ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി. രണ്ടാമതായി, പഴയ കാലത്തെ ആൾക്കാരെ വഴിയിൽ കണ്ടുമുട്ടി ഓർമ്മകൾ അയവിറക്കുന്നതിന് കൂടിയാണ് ഈ നടത്തം. വളരെ കൗതുകരമായിട്ടുള്ള, അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്ക് വളരെ കൗതുകരമായിട്ടുള്ള ഒരു അധ്യായമാണിത്. അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ ഓറൽ ക്യാൻസറും അണ്ണാച്ചിയും എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു അധ്യായമാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഡോക്ടർ എത്രമേൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സൈക്കോളജിയിൽ എത്രമേൽ ഒരു ഡോക്ടർ ഊന്നൽ നൽകണം എന്നതിനെ നമ്മളിലേക്ക് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സനോജ് ഡോക്ടറുടെ സുഹൃത്തായിട്ടുള്ള ഗൂഡല്ലൂരുള്ള ഒരു ഡോക്ടറെ കുറിച്ചാണ്, ദീപക്കിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അദ്ദേഹം ഒരു വായ്പുണ്ണുമായിട്ടൊരു രോഗി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുകയാണ്. വായ്പുണ്ണുമായിട്ട് എത്തിയ രോഗിയോട് ഇത് ക്യാൻസർ ആണെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ മടക്കി വിടുകയാണ്. സത്യത്തിൽ ഡോക്ടർ ചെയ്തത്, ഈ കഥയുടെ അവസാനം പറയുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ സസ്പെൻസ് ബെന്യാമിൻ സാറ് പറഞ്ഞതുപോലെ സസ്പെൻസ് കളയുന്നില്ല പൂർണ്ണമായിട്ടും. അദ്ദേഹം വായ്പുണ്ണാണെന്ന്, ക്യാൻസർ ആണെന്ന് പറഞ്ഞു വിടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നല്ല മനസ്സാണ്. കാരണം മുറുക്കും അതുപോലെയുള്ള ചില ദുശീലങ്ങൾ കാരണമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ ഈ പുണ്ണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നുണ അദ്ദേഹം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരാൾ ഡോക്ടറെ അടുത്ത് വന്നപ്പോഴാണ് ഒരു വലിയ സത്യം ഡോക്ടർ ദീപക് അറിഞ്ഞത്. ആ വ്യക്തി അന്ന് തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. ഒരു പാവപ്പെട്ട, വളരെ അച്ചടക്കത്തോട് ജീവിക്കുന്ന ഒരു പാവം അണ്ണാച്ചിയായിരുന്നു. അദ്ദേഹം ക്യാൻസർ ആണെന്ന് അറിഞ്ഞൊരു ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു വാക്ക് നൽകിയ ആ വില, അതിൽ ഖേദിച്ചുകൊണ്ട് നിൽക്കുന്ന ദീപക് ഡോക്ടറെ കുറിച്ചുള്ള ചില വിവരണങ്ങളും മറ്റുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഡോക്ടർ എങ്ങനെയാണ് ഒരു കാര്യം രോഗിയോട് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സൈക്കോളജി, അതിലെത്രമാത്രം ഊന്നൽ നൽകണമെന്നതിനെ കുറിച്ചാണ് ഈ അധ്യായം നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അടുത്ത അധ്യായം എന്ന് പറയുന്നത് പല്ലിലെ പുഴു എന്ന് പറയുന്നതാണ്. വളരെ പൊങ്ങച്ചക്കാരിയായിട്ടുള്ളൊരു അധ്യാപികയെ കുറിച്ചാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിചയമുള്ള ആളായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ടീച്ചർ എല്ലാ കാര്യങ്ങളും വളരെ പൊങ്ങച്ചത്തോടുകൂടി സംസാരിക്കുന്നതാണ്. ഒടുവിൽ ടീച്ചറുടെ പല്ലിനൊരു അസുഖം വന്നു. അങ്ങനെ ടീച്ചർ ഒരു മൂപ്പൻ്റെ അടുത്ത് പോയിട്ട്, പ്രാദേശികമായിട്ടുള്ളൊരു മൂപ്പൻ്റെ അടുത്ത് പോയിട്ട് പല്ല് കാണിക്കുകയും മൂപ്പൻ പറഞ്ഞു പല്ലിനകത്ത് പുഴുവാണ്, പല്ലിൽ പുഴുവാണെന്ന് പറഞ്ഞിട്ട് മൂപ്പൻ ഓരോ പുഴുക്കളെ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കുറേ പുഴുക്കളെയൊക്കെ എടുത്ത് കാണിച്ചിട്ട് അവസാനം പല്ലുവേദന മാറാതായപ്പോഴാണ് ഡോക്ടറെ അഭയം തേടിയിട്ട് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് ഡോക്ടർ അതിന് വ്യക്തമായിട്ടുള്ള വിശദീകരണ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും മുറി വൈദ്യന്മാരെ കുറിച്ച് അവർക്ക് കൊടുക്കേണ്ട ഒരു കൃത്യമായ മറുപടിയാണ്. തീർച്ചയായും വായിക്കേണ്ട ഒരു അധ്യായമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് പറയുന്ന മാക്സിലോ ഫേഷ്യൽ സർജറിയും കമ്മീഷണർ എന്ന് പറയുന്ന ഈ അധ്യായം, ഇതിനകത്ത് ശരവണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴനായ ശരവണൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം അദ്ദേഹം വിരുന്നു പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്താണ് പലതും ഒളിച്ചു വെക്കുന്ന ഈ ശരവണൻ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം ഒന്നും തുറന്നു പറയുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പല പല രഹസ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ കഥയിലൊരു അദ്ദേഹം ഒരു വലിയ നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ശരവണൻ എന്ന് പറയുന്ന ആളുടെ ചേട്ടനെ കുറിച്ച് ഇതിനകത്ത് ഒരു സംഭാഷണം വരുന്നുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരവണൻ പറഞ്ഞത്, അണ്ണൻ എഞ്ചിനീയർ ആകാം, വെളിയിൽ ഇറുക്ക്. അണ്ണൻ എഞ്ചിനീയർ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ തൊട്ട് അടുത്ത ചോദ്യം ചോദിച്ചു, എഞ്ചിനീയറാന്ന് പറഞ്ഞപ്പം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമേരിക്കാവിൽ. അത് കഴിഞ്ഞിട്ട് സനോജ് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് അത് അതുപോലെ വായിക്കാം. നമ്മളാണെങ്കിൽ ആദ്യം അമേരിക്ക എന്ന് പറയും, പിന്നെ എഞ്ചിനീയർ. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമാണ് ഇവരും നമ്മളും തമ്മിലുള്ളത്. മലയാളിയുടെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഒരു വലിയ ഒരു സൂചന ഇതിനകത്ത്, ഒരു വിശകലനമാണ് സത്യത്തിൽ. ഇനി അങ്ങോട്ട് താഴേക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണം ഒരു വലിയ ഗൗരവമുള്ള നിരീക്ഷണമായിട്ട് വേണം മനസ്സിലാക്കാൻ. പിന്നെ വരുന്ന ഇതൊക്കെ വളരെ തമാശകരമായിട്ടുള്ള അധ്യായങ്ങളാണ്. കോട്ടുവായും കുറേ പ്രശ്നങ്ങളും. പിന്നീട് മുല്ലവരിപ്പല്ലുകൾ എന്ന് പറയുന്നത് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 21 അധ്യായങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 15ഓളം അധ്യായങ്ങളും പൂർണ്ണമായിട്ടും ചെറുകഥയുടെ ചട്ടക്കൂടിൽ തീർത്തിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ചെറുകഥകളാണ്. ബാക്കി വരുന്ന ഏതാനും അധ്യായങ്ങൾ മാത്രമേ ഒരു ദന്ത ഡോക്ടറുടെ അനുഭവക്കുറിപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയൂ. കാരണം മറ്റതെല്ലാം നല്ല ശക്തമായ സാഹിത്യ രചനകളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് മുല്ലവരിപ്പല്ലുകൾ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ പാൽപ്പല്ലുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. കുട്ടികളിലെ ദന്തപരിചരണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദന്ത ചികിത്സാ രീതികളെ കുറിച്ച് അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് മരുന്ന് മാറിയ ഒരു സംഗതി എന്ന് പറയുന്ന ഒരു തമാശ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ടത്, ആ പല്ല് അവിടെ തന്നെ ഉണ്ടായിരുന്നോ സാറേ എന്ന് പറയുന്ന ഊറി ഊറി ചിരിക്കാൻ പറ്റുന്ന ഒരു തമാശയാണ്. പങ്കജാക്ഷനാണ് ഈ കഥയിലെ നായകൻ. ഈ പങ്കജാക്ഷൻ ഈ വേദിയിൽ ഇരിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പം പിശുക്കനും കുറച്ച് അഹങ്കാരവും പണമുണ്ട് എന്നത് പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ഈ പങ്കജാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം പല്ല് വെക്കുന്നതിന് വേണ്ടിയിട്ട്, മുമ്പിലെ ഒരു പല്ല് അദ്ദേഹത്തിന് ഇളകിപ്പോയിരുന്നു, അത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറെ സമീപിക്കുകയാണ്. അത് പ്രത്യേകം പറയുന്നുണ്ട്, ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് വരുന്നത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ വിശേഷങ്ങൾ കൃത്യമായി ഇതിൻ്റെ തുടക്കത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പല്ല് മാറ്റി വെക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പല്ലുണ്ട്, എങ്ങനെയൊക്കെ മാറ്റി വെക്കാം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം ഡോക്ടറോട് ചോദിക്കുന്നു. വിവിധ തരത്തിൽ എങ്ങനെയൊക്കെ പല്ല് വെക്കാം, അരികിലുള്ള 2 പല്ലുകൾ തുളച്ച് പല്ല് ഇറക്കി വെക്കുന്നതും സ്ക്രൂ വെച്ചിട്ട് പല്ല് ഫിറ്റ് ചെയ്ത് വെക്കുന്നതും, അങ്ങനെ വ്യത്യസ്ത അവരുടെ ഭാഷയിലുള്ള പല മാർഗങ്ങളെ കുറിച്ചും ഡോക്ടർ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിന് എത്ര ചെലവ് വരും എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ സംശയമാണ്. അങ്ങനെ ഒടുവിൽ അദ്ദേഹം വെറുതെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന പല്ല് വെക്കാൻ വേണ്ടി, കാരണം അതിന് ചെലവ് കുറവാണ്,
അതിൽ തീരുമാനമാവുകയും അപ്പോൾ തന്നെ ഡോക്ടർ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഇത് രാത്രി വെള്ളത്തിലിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അകത്തേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസം കഴിച്ചപ്പോൾ ഈ പല്ല് വെച്ച് പോയ പങ്കജാക്ഷൻ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ പല്ല് കാണുന്നില്ല, ഉറക്കത്തിലെങ്ങാണ്ട് വിഴുങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വിഴുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തിരിച്ചു വിടുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു കല്യാണ വീട്ടിൽ ഒരു സന്ദർഭം പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് ഡോക്ടർ ഇയാളായി പങ്കജാക്ഷനെ കാണുന്നത്. അപ്പോൾ ഡോക്ടർ പങ്കജാക്ഷനോട് ചോദിക്കുന്നുണ്ട്, ഞാനത് ഇതിനകത്തുള്ള അതുപോലെ വായിക്കാം. ഓ പങ്കജാക്ഷൻ, നിങ്ങളെ അങ്ങനെ മറക്കാൻ പറ്റുമോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പല്ലിൻ്റെ കാര്യം എന്തായി, കിട്ടിയോ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. കിട്ടിയെന്നോ? അത് എവിടെ പോകാനാണ് എൻ്റെ സാറേ? സാറ് അന്ന് പറഞ്ഞില്ലേ, വിഴുങ്ങിപ്പോയ പല്ല് വേറെ എവിടെയും പോകില്ല. ചേട്ടൻ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ശരിക്കും നോക്കണമെന്ന്. ഞാൻ അതും അക്ഷരം പ്രതി പാലിച്ചു. സാറ് പറഞ്ഞ പോലെ ഞാൻ നോക്കി, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനാണ് ഇവൻ. എന്നിട്ട് അഭിമാനത്തോടെ മുമ്പിൽ വെച്ച് അതേ പല്ല് ചൂണ്ടിക്കാണിച്ച് നെഞ്ചു വിരിച്ച് അദ്ദേഹം നടന്നു. അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. പിന്നെ വായനാറ്റവും ഹൗസിംഗ് ലോണും മുഖ്യാതിഥി പറഞ്ഞു. സമയക്കുറവ് പോലെ ഞാൻ അത്തരം കഥകളിലേക്ക് പോകുന്നില്ല. വളരെ രസകരമായിട്ടുള്ള ഒരു അധ്യായമാണത്. പിന്നെ ഉസ്മാനിക്കയുടെ പല്ലുവേദന എന്ന് പറയുന്ന രസകരമായ ഒരു ചെറിയ ഒരു കഥയുണ്ട്. ഇതിനകത്തുള്ള ഉസ്മാനിക്ക പല്ലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വലിയ സമൂഹത്തിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരെയും പ്രതിദാനം ചെയ്യുന്ന ഉസ്മാനിക്കയുടെ അധ്യായം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. അദ്ദേഹമേ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഉസ്മാനിക്കമാർ ഒരുപാടുണ്ട് നമ്മുടെ ഇടയിൽ. കാഴ്ചയ്ക്കും മറ്റും വീരശൂര പരാക്രമികളാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ നിഷ്കളങ്കരും, സ്വന്തം കാര്യം വരുമ്പോൾ പേടിത്തൊണ്ടന്മാരും. കാരണം പശുവിനെയും പോത്തിനെയൊക്കെ നിഷ്കരുണം അറക്കുന്ന ഒരു വലിയ ഒരു ക്രൂര ഭാവമുള്ള ഒരു വ്യക്തിയാണ് ഉസ്മാനിക്ക. പക്ഷേ ഒരു പല്ലുവേദന എടുത്തപ്പോൾ ഒരു സൂചിയെ അദ്ദേഹം ഭയക്കുകയാണ്. അത്തരം കാര്യങ്ങളാണ് ആ കഥയിലുള്ളത്. വലിയ ചില ഉൾക്കാഴ്ചകൾ കഥകൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെയും തമാശകരമായ പരലോകത്തെ സെറ്റുപല്ല് പോലെയുള്ള കഥകളൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെയായ ഡോക്ടറെ ഒരു സംശയം എന്ന് പറയുന്ന കഥ ഒരു സാധാരണ രോഗിയുടെ പല്ലുമായി ബന്ധപ്പെട്ട അജ്ഞതയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നീട് വളരെ ശ്രദ്ധേയമായ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള മൂന്ന് കഥകൾ വളരെ ശ്രദ്ധേയമായ കഥകളായിട്ട് എനിക്ക് തോന്നുന്നു. BDSകാരൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് പുതിയ തലമുറയിലേക്ക്, ഈ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഒരു കരിയർ ഗൈഡൻസ് ലേഖനമായിട്ടാണ് എനിക്ക് ഈ അധ്യായത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. തൊഴിൽ ഉപദേശകരമായ ഒരു അധ്യായമായിട്ട് വേണം നമുക്കതിനെ കാണാൻ. അതിനകത്ത് ഈ BDSും അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് മേഖലകളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, ഓർത്തഡോണ്ടിക്സ്, പെരിയോണ്ടിക്സ്, പ്രോസ്തഡോണ്ടിക്സ്, കൺസർവേറ്റീവ് എൻഡോഡോണ്ടിക്സ്, അങ്ങനെ പോകുന്ന ഒരുപാട് ഇതുവരെ കേട്ടതും കേൾക്കാത്തതുമായ ഒരു നല്ല റിസർച്ച് അദ്ദേഹം ഈ മേഖലയിൽ നടത്തിയിട്ടാണ് ആ ലേഖനം ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ടടുത്തുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഒരു വലിയ സത്ത ഒരു പക്ഷേ ഈ അധ്യായമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ട്രെയിൻ യാത്രയും കുറേ പല്ലുകളും എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ അദ്ദേഹം ഒരു കോൺഫറൻസിന് വേണ്ടി പോകുന്ന സമയത്ത്, ഓൾ ഇന്ത്യ കോൺഫറൻസിന് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്ന ജീമോനുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. ആ സംഭാഷണത്തെ അതിമനോഹരമായിട്ട് ഈ സംഭാഷണത്തിലൂടെ ദന്തരോഗ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു വലിയ അധ്യായമാണിത്. പല്ല് എടുക്കുന്നത് എങ്ങനെ, പല്ലെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് തുടങ്ങി ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്, പല്ലെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ സിൽവർ അമാൽഗവും കോമ്പോസിറ്റ് റെസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അതുപോലെ വിടവുള്ള പല്ലുകളൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും വിടവുള്ള പല്ലുകളൊക്കെ നിവർത്തനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കുറേ സംഗതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു അധ്യായമായിട്ടാണ് ഈ അധ്യായത്തെ നമുക്ക് കാണാൻ കഴിയുക. അവസാനം വരുന്ന പല്ല് പുളിച്ചാൽ എന്ന് പറയുന്ന ഈ അധ്യായം പല്ല് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ദന്തശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരി അറിവുകൾ കിട്ടും. ഇനി ദന്തരോഗം പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾക്ക്
ഒരുപാട് ശാസ്ത്രീയ സാങ്കേതിക സംഗതികളെക്കുറിച്ച് ധാരണയുണ്ടാക്കാൻ നേറ്റൽ ടീത്ത്, ഓറൽ, മാക്സിലോ ഫേഷ്യൽ, ഓർത്തോഗാസ്റ്റിക് സർജറി, അങ്ങനെ പോവും. RCT, കോമ്പോസിറ്റ് റെസിൻ എന്താണെന്നും, ഗ്ലാസ് അയനോമർ എന്താണെന്നും, തേർഡ് മോളാർ എന്താണെന്നും, അങ്ങനെ ഒരുപാട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് സാങ്കേതികതകൾ ഇതിന് മൊത്തം ഈ ആദ്യം മുതൽ അവസാനം വരെ ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഇതൊരു റഫറൻസ് ഗ്രന്ഥമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും വയനാടിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ ഒരു പുതിയ തിരി കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള ആർജവും ഭാഷയും. ഞാനിത് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഒരുപക്ഷെ ഈ ഡോക്ടറുടെ ആദ്യത്തെ സൃഷ്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അത്രമേൽ അനുഭവജ്ഞാനം, ഇരുന്ന എഴുത്തിൻ്റെ നല്ല തഴക്കം വന്ന എഴുത്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ദീർഘകാലമായിട്ട് പല രീതിയിലും എഴുതുന്നുണ്ടാവണം. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആ രീതിയിൽ തഴക്കം വന്നതാണ്. നേരത്തെ ഉദ്ഘാടകൻ ബെന്യാമിൻ പറഞ്ഞതുപോലെ വളരെ ഹൃദയത്തിൽ തട്ടി അദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായം അത് തീർത്തും വളരെ സത്യസന്ധമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വയനാട്ടിലെ എഴുത്തുകാരുടെ ഇടയിൽ ഒരുപാട് മുന്നേറാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.